വഅമിലുസ് സ്വാലിഹാത്ത്. ഈമാൻ ഉണ്ടായാൽ മാത്രം പോരാ, ഹൃദയത്തിലുള്ള ആ ഈമാനിനെ ബാഹ്യമായി പ്രകടിപ്പിക്കുക കൂടി ചെയ്യണം. അപ്പോഴാണ് ഈമാനിന്റെ ഒരു സ്ഥിരത അവരിൽ ഉണ്ടാവുള്ളൂ, വിജയം ഉണ്ടാവും. ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുക, നിസ്കാരമില്ല, നോമ്പില്ല, മറ്റുള്ള സൽക്കർമ്മങ്ങളില്ല, സ്വതക്കാത്തുകളില്ല, ഒന്നുമില്ല. എന്താണ് ഈ സ്വാലിഹുൽ അഅ്മാൽ എന്ന് പറഞ്ഞാൽ? മഹാന്മാര് പഠിപ്പിക്കുന്നു, നമ്മൾ ചെയ്യുന്ന എല്ലാ പണികളും സ്വാലിഹുൽ അഅ്മാലാക്കാം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അത് നമ്മുടെ ഉദ്ദേശം പോലെ ഉണ്ടാവും. ഒരു മനുഷ്യൻ എന്താണോ ഒരു പ്രവൃത്തി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്, അതാണ് അവനിക്കുള്ളത്. അപ്പൊ നമ്മൾ ഹലാലില് പോകുന്നത് വരെ ഇബാദത്താണെന്നാ പറഞ്ഞേ. ഹലാലില് പോകുന്ന ഇബാദത്താണ്, കടന്നുറങ്ങണ ഇബാദത്താണ്, കളിക്കുന്നതും ഇബാദത്താവും. എന്ത് പണി ചെയ്താലും അത് ഇബാദത്താവും. പക്ഷേ അവിടെ നീയത്ത് ശരിയാവും. ഹലാലില് പോകുമ്പോ എന്റെ ഇബാദത്തുകൾക്ക് തടസ്സം നിൽക്കുന്ന, എന്റെ ഹുസൂവിനെ ഭംഗപ്പെടുത്തുന്ന ഒരു കാര്യമില്ലായ്മ ചെയ്യാനാണ് ഞാൻ അവിടേക്ക് വന്നത് എന്ന ഉദ്ദേശം. ഇനി കളിക്കുമ്പോ നിസ്കാരമൊന്നും കവാക്കാതെ ഔറത്ത് മറച്ചുകൊണ്ട്, കൗസറൊന്നും ഇട്ടാണ്ടല്ല, നല്ല ഔറത്തൊക്കെ മറച്ചുകൊണ്ട് കളിക്കുകയാണെങ്കിൽ അത് ഇബാദത്താവും. ഇങ്ങനെ എന്റെ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല അതിന്റെ പേരിൽ തല്ലൂടലും കച്ചറോടലൊന്നും അതൊന്നും പറ്റില്ല. നല്ല രൂപത്തിൽ ആണ് എങ്കിൽ അതും ഇബാദത്താവും. നമ്മൾ നീയത്ത് നന്നാക്കിയാൽ മതി. ഇങ്ങനെ ഏത് പ്രവർത്തനവും ഇബാദത്താകുമെന്നാണ്. ഇങ്ങനെ സൽക്കർമ്മങ്ങളെ കൊണ്ട് ജീവിക്കണം. മുഅ്മിനിന്റെ എല്ലാം ഇബാദത്താണ്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, അവനാണ് മുഅ്മിൻ. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ആരാണോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, നീയത്ത് ശരിപ്പെടുത്തുന്നത്, അവനാണ് മുഅ്മിൻ, അവനാണ് മുഅ്മിൻ. അവൻ മാത്രമാണ് വിജയിച്ചവൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ഏതാ എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിലുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുകും അമലൻ അൻ യുത്ഖിനഹു. നിങ്ങളിൽ ഒരാൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. നിസ്കരിക്കുന്നത് ഒരു കൂട്ടം പറഞ്ഞായിട്ടുള്ള നിസ്കാരാവരും, നോമ്പ് വെൽക്കുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങിക്കൊണ്ടുള്ള നോമ്പാവരും. ഇങ്ങനെ ചെയ്യുന്ന അമല് അത് ഏറ്റവും ഭംഗിയിൽ ചെയ്യുന്നതാണ് അള്ളാഹുവിനിക്ക് ഇഷ്ടം എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമുക്കറിയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ചോദിക്കാണ്, ഒരു സുബീക്ക് എഴുന്നേറ്റുകൊണ്ട് തങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് സുബീക്ക് ചോദിക്കാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമ. നിസ്കാരം കഴിഞ്ഞിട്ട് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് സുബിഹി നിസ്കാരത്തിന് വന്നിട്ടുള്ളൂ അവര്. ആ സുബിഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കാണ്, ഇന്ന് ആരാണ് നോമ്പ് നോക്കിയിട്ടുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ നോമ്പുകാരനാണ് നബിയെ. അപ്പൊ തങ്ങൾ ചോദിച്ചു, വമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്ന് ആരാണ് സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തത്? ഇപ്പൊ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പയും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയും, അന യാ റസൂലല്ലാഹ്, ഞാൻ കൊടുത്തിട്ടുണ്ട് നബിയെ, ഞാൻ ഇന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് നബിയെ. അപ്പൊ വീണ്ടും തങ്ങൾ ചോദിച്ചു, വമൻ ആദ മിൻകുമുൽ യൗമ മരീള, ഇന്ന് ആരാണ് രോഗിയെ സന്ദർശിച്ചത്? സുബീക്ക് വരുമ്പോ അവിടെ രോഗിയായി കിടക്കുന്ന സ്വഹാബിനെ സന്ദർശിച്ചുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ വരുന്നത്. തങ്ങൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ, ഞാൻ ഇന്ന് രോഗിയെ സന്ദർശിച്ചുകൊണ്ടാണ് വരുന്നത്. തങ്ങൾ പറയാണ്, മജ്തമഅന ഫിംദിഹിൻ ഇല്ലാ ദഖലൽ ജന്ന, ഈ കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ കടന്നിട്ടല്ലാതെ ഇല്ല. ഇതാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ